ജേണി വിത്ത് SMJയുടെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. യഥാർത്ഥ ആരാധന എന്താണ്? വിവിധ സഭകളിൽ പലതരം ആഘോഷങ്ങളും ആരവങ്ങളും കൂടിവരവുകളും ഒക്കെയും നിറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരു നിമിഷം നിന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഇതൊക്കെയും ആരാധനകളുടെ ഭാഗങ്ങളാണോ? ഈ ആരാധന ദൈവത്തിന് പ്രസാദകരമാണോ? അതോ ഇത് ആൾക്കൂട്ടത്തിൻ്റെ ഒരു ആവേശവും മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമായി ഒതുങ്ങുന്നുണ്ടോ? നമ്മുടെ ആരാധനകൾ ദൈവത്തോടുള്ള ആഴമേറിയ ആത്മാർത്ഥതയിൽ നിന്നാണോ സംഭവിക്കുന്നത്? യഥാർത്ഥ ആരാധനയുടെ അർത്ഥം നാം തിരിച്ചറിയേണ്ടുന്ന സമയം അതിക്രമിച്ചിരുന്നു. ദൈവം അന്വേഷിക്കുന്നത് പുറമോടിയിലുള്ള പ്രകടനങ്ങളെ അല്ല, മറിച്ച് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന ഉയരുന്ന ഹൃദയങ്ങളെയാണ്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. എന്താണ് ആരാധന എന്നാൽ ഉദ്ദേശിക്കുന്നത്? ദൈവത്തെ ആരാധിക്കുക എന്നത് ദൈവത്തോടുള്ള നമ്മുടെ ആഴമേറിയ സ്നേഹത്തെയും അചഞ്ചലമായിരിക്കുന്ന ആദരവിനെയും റെസ്പെക്റ്റിനെയും വെളിപ്പെടുത്തുന്ന ഒന്നാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി തന്നെയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമായുള്ള ഒരു ആഴമേറിയ ബന്ധത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടിയാണ്. ഈ കൂട്ടായ്മയുടെ കേന്ദ്ര ബിന്ദുവാണ് ആരാധന. സ്വർഗത്തിൽ ദൈവത്തെ നിരന്തരം ആരാധിച്ചിരുന്ന ഒരു മാലാഖയായിരുന്നു ലൂസിഫർ. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു നിലത്തു വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മഹോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിങ്കിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. അവൻ്റെ ആരാധന സംഗീതത്തിലും സൗന്ദര്യത്തിലും പൂർണ്ണമായിരുന്നു. എന്നാൽ അഹങ്കാരം തൻ്റെ ഹൃദയത്തിൽ കടന്നപ്പോൾ താൻ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി വേർപെട്ടുപോയി. നമ്മൾ സത്യത്തിലും ആത്മാവിലും യഥാർത്ഥ മനസാക്ഷിയിലും നിന്നുകൊണ്ട് ആത്മാർത്ഥതയോടെ ദൈവവചന അടിസ്ഥാനത്തിൽ നാം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നിശ്ചയമായും പ്രസാദം തോന്നും. ഇല്ല എങ്കിൽ നമ്മുടെ അവസ്ഥയും ദുരന്തമായി മാറും. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ വളരെ ഗൗരവത്തോടും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള പൂർണ്ണ സമർപ്പണത്തോടു കൂടി ആയിരിക്കണം. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവ സാന്നിധ്യം എന്നത് നാം ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നല്ല, ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല. ശബ്ദമുയർത്തിയത് കൊണ്ടോ കൈകൾ ചേർത്തടിച്ചത് കൊണ്ടോ ദൈവ സാന്നിധ്യം ഇറങ്ങുകയില്ല. മറിച്ച് നമ്മൾ ദൈവത്തിന് സ്വീകാര്യമായ ജീവിതവും മറ്റുള്ളവരോട് കുറ്റമറ്റ മനസാക്ഷിയോടും വിശുദ്ധ ഹൃദയത്തോടും കൂടി നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. ഈ സാന്നിധ്യം നമ്മുടെ ആത്മാർത്ഥമായ സമർപ്പണത്തിലൂടെയും ജീവിത വിശുദ്ധിയിലൂടെയുമാണ് അനുഭവവേദ്യമാകുന്നത്. ഇന്ന് ക്രിസ്തീയ സഭകളിൽ പലതരം ആരാധനകൾ നമുക്ക് കാണുവാൻ കഴിയും. രീതികൾ നിശബ്ദമായി ദൈവത്തെ ആരാധിക്കുന്നു, ആരാധനയുടെ നടുവിൽ കണ്ണുകൾ നിറയുന്നു, പലരും നിലത്ത് വീണ് കിടക്കുന്നു, മുഴങ്കാലുകൾ മടക്കി ദൈവത്തെ ആരാധിക്കുന്നു, കൈകൾ തട്ടി ദൈവത്തെ ആരാധിക്കുന്നു, കൈകൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കുന്നു, അന്യഭാഷകൾ സംസാരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. അങ്ങനെ നിരവധി രീതികൾ നമ്മൾ കാണുന്നു. ആരാധനയ്ക്കൊരു പ്രത്യേക അന്തരീക്ഷം ഉണ്ടാകുവാൻ സംഗീത ഉപകരണങ്ങൾ, വെളിച്ച സംവിധാനങ്ങളൊക്കെയും ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്. എന്നാൽ ആരാധന നിയന്ത്രിക്കുന്നത് അങ്ങനെയുള്ള സംവിധാനങ്ങളായിരിക്കരുത്. സാന്നിധ്യം ഇറങ്ങുന്നത് ഉപകരണങ്ങളുടെ സഹായത്താലല്ല, വിശുദ്ധിയിൽ ആണ് ദൈവസാന്നിധ്യം വെളിപ്പെടുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും
തെരുകോടുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആരാധന എന്നത് മറ്റുള്ളവരെ കാണിക്കുവാനുള്ള ഒരു പ്രദർശനമല്ല. അങ്ങനെയുള്ളൊരു വേദിയല്ല സഭ. ദൈവത്തോടുള്ള ഭക്തിയില്ലാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് വെറും പ്രകടനങ്ങൾ മാത്രമാണ്. ദൈവത്തോടുള്ള സമർപ്പണമില്ലാതെ, മറ്റുള്ളവരെ ഒരേപോലെ സ്നേഹിക്കുവാൻ കഴിയാതെ ആരാധനകൾക്ക് നേതൃത്വം നൽകുന്നത് ദൈവത്തിന് പ്രസാദകരമല്ല. നമ്മുടെ ജീവിതത്തെയും ഹൃദയത്തെയും പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിനത് പ്രസാദകരമാകത്തുള്ളൂ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. സഭ ദൈവത്തെ ആരാധിക്കുവാനും ദൈവവചനം പഠിക്കുവാനുമുള്ള വിശുദ്ധ സ്ഥലം തന്നെയാണ്. പരിശുദ്ധാത്മാവ് തൻ്റെ ഇഷ്ടമൊക്കെയും പ്രവർത്തിക്കേണ്ടത് ആരാധന മധ്യേയാണ്. സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമായിരിക്കട്ടെ നമ്മുടെ കൂടിവരവുകൾ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ആരാധന എന്നത് വെറും ഒരു വൈകാരിക നാടകമല്ല. അത് നമ്മുടെ ആത്മാവിനും പരിശുദ്ധാത്മാവിനും ഇടയിലുള്ള വളരെ ഗൗരവമേറിയ ഒരു ഇടമാണ്. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. യഥാർത്ഥ ആരാധന ഉയരുന്നത് നമ്മുടെ ജീവിതത്തിൽ പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യവും ഹൃദയ നുറുക്കത്തോടുകൂടിയുള്ള മാനസാന്തരം സംഭവിക്കുകയും ഹൃദയത്തിൽ താഴ്മ ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ആരാധന അവിടെ ഉയരുന്നത്. ആത്മാവിൻ്റെ ബലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വക വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ പകരപ്പെടുന്നില്ല എങ്കിൽ ഓർക്കുക, നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദകരമായിരുന്നില്ല എന്ന് തിരിച്ചറിയണം. നിർത്താതെ കൈയടിച്ചതുകൊണ്ടോ ഉച്ചത്തിൽ അന്യഭാഷയിൽ സംസാരിച്ചതുകൊണ്ടോ ദൈവപ്രസാദം ഇറങ്ങി എന്ന് കരുതരുത്. നമ്മുടെ ശരീരത്തിൻ്റെ ആയാസമല്ല ദൈവാത്മാവ് ഇറങ്ങുന്നതിൻ്റെ തെളിവ്. പലപ്പോഴും നാം സ്വയം തൃപ്തിപ്പെടുന്നു. ഇന്നത്തെ ആരാധന നന്നായിരുന്നുവെന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. ആരാധന സ്വീകരിക്കുന്നത് ദൈവമാണ്. ആരാധനയിൽ ദൈവിക സ്വഭാവങ്ങളുടെ കൈമാറ്റങ്ങൾ നടന്നിരിക്കണം. നമ്മുടെ ആരാധന സർവശക്തനായ ദൈവത്തിന് പ്രസാദമായോ എന്ന് നാം എപ്പോഴും വിലയിരുത്തണം. ആരാധന കഴിയുമ്പോൾ ദൈവമായുള്ള ബന്ധം വളർച്ച സംഭവിക്കണം. മനുഷ്യരോടുള്ള നമ്മുടെ പെരുമാറ്റം സ്നേഹം നിറഞ്ഞതായിരിക്കണം. സാഹചര്യങ്ങളെ ദൈവിക വീക്ഷണത്തിൽ നിന്നുകൊണ്ട് കാണുവാൻ നമുക്ക് കഴിയണം. ഓർക്കുക, ഇത് പൂർണ്ണമായല്ലെങ്കിലും അല്പമായെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരേണ്ടതല്ലേ. മറ്റുള്ളവരെങ്ങനെ ആരാധിക്കുന്നുവെന്ന് നോക്കുവാനും ആരാധനയുടെ ദൈർഘ്യം, ക്വാളിറ്റി, ഇതൊക്കെയും കമ്പയർ ചെയ്യുവാൻ നാം ശ്രമിക്കരുത്. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ദൈവത്തെ ആരാധിക്കുമ്പോൾ മടിച്ച് പിന്നിലോട്ട് മാറി നിൽക്കരുത്. പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും കൂടി നാം ദൈവത്തെ ആരാധിക്കണം. ആരാധിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായി ദൈവത്തിലായിരിക്കണം. ഏകാഗ്രത ഹൃദയത്തോടുകൂടി ആയിരിക്കണം. ആ സാന്നിധ്യത്തിലാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തെ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയുള്ള ഒരു ATM മിഷനായി കാണുന്നതിന് തുല്യമാണ്. അത് ദൈവനിന്ദയാണ്. പ്രവാചകന്മാരോ ആരാധനയിലേക്കോ നമ്മെ നയിക്കുന്നവരോ പലപ്പോഴും ദൈവം നമ്മുടെ അവസ്ഥകളെ മാറ്റുവാൻ പോകുന്നു, നമ്മെ മാനിക്കുവാൻ പോകുന്നു, ഉയർത്തുവാൻ പോകുന്നു, നമ്മെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക ബന്ധനത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നു എന്നൊക്കെയും പറയുമ്പോഴാണ് ശരിക്കും ആരാധന അവിടെ വെളിപ്പെടുന്നത്. എന്നാൽ ഒന്ന് ചിന്തിച്ചേ, ഇത് ദൈവം സ്വീകരിക്കുന്നുണ്ടോ? അത് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ്.
ദൈവിക ദൂതുകൾ കേൾക്കുമ്പോൾ അത് നാം ഏറ്റെടുക്കണം. അപ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും, സന്തോഷ പ്രകടനങ്ങളുണ്ടാകും. ശരിയാണ്, നമുക്ക് ദൈവത്തെ ആരാധിക്കുമ്പോൾ ലഭിക്കുന്ന നന്മകളാണിതൊക്കെയും. എന്നാൽ ഓർക്കുക, നന്മകൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സൂത്രപ്പണിയല്ല ആരാധന, ശാരീരിക സംതൃപ്തിയല്ല ആരാധന, ശരീരത്തിനുണ്ടാകുന്ന ഒരു ഉന്മേഷമല്ല, ദൈവപ്രസാദമാണ് ആരാധനയുടെ ഔന്നത്യം. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂവും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗമിട്ടു. അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി. ദൈവത്തിന് പ്രസാദകരമല്ലാത്തത്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് നാം അർപ്പിക്കരുത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. അശുദ്ധിയുള്ള ഹൃദയത്തിൽ നിന്ന്, സ്നേഹമില്ലാതെ ഉള്ള ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ആരാധന, ഇവയൊക്കെയും അന്യാഗ്നി കൊണ്ടുവരുന്നതിന് തുല്യമാണ്. ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി മനുഷ്യ ഇഷ്ടങ്ങളെയും മാനുഷികമായ തത്വങ്ങളെയും മറ്റുള്ള സിസ്റ്റങ്ങളെയും ഒക്കെയും കൂട്ടിച്ചേർക്കുന്നത്, ഇതൊക്കെയും അപകടകരമായ ഭവിഷ്യത്തുകൾ ആരാധനയിൽ വരുത്തിവെക്കും. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന മഹത്തായ കാര്യങ്ങളെ ഓർത്ത് നാം എപ്പോഴും അവനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കണം. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. യഥാർത്ഥ ആരാധന എന്നാൽ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക എന്നതാണ്. നമ്മുടെ ആവശ്യങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തെയും അവൻ്റെ മഹത്വത്തെയും അവൻ്റെ മനോഹരത്തെയും അവൻ്റെ സൗന്ദര്യത്തെയും നാം നോക്കണം. നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്, അതെ, നീതീകരിക്കപ്പെട്ടവരാണ്, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ്. ഇതിനർത്ഥം നാം ദൈവത്തെക്കാൾ മുകളിലാണെന്നല്ല, നാം എപ്പോഴും അവൻ്റെ സൃഷ്ടികൾ തന്നെയാണ്. ആരാധനയിൽ ദൈവത്തോടുള്ള ഭയമുണ്ടായിരിക്കണം. ദൈവത്തെയും ദൈവിക വിശുദ്ധിയെയും ദൈവിക സർവശക്തിയെയും നാം ഭയഭക്തിയോടെ കാണണം. ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കാനോ, രോഗങ്ങൾ മാറുവാനോ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറുവാൻ വേണ്ടി മാത്രം നാം ദൈവത്തെ ആരാധിക്കരുത്. എന്നാൽ ഈ ആവശ്യങ്ങൾക്കൊക്കെയും വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഓർക്കുക, ആരാധനയും പ്രാർത്ഥനയും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ദൈവവചനം പറഞ്ഞ് ആരാധനകളിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാം. ദൈവത്തോട് എപ്പോഴും നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ ദൈവവചനത്തിന് നാം അവസരം കൊടുക്കണം. ആരാധന എന്നത് കേവലം പുറമെയുള്ള ആചാരങ്ങളോ വാക്കുകളോ ആയി ഒതുങ്ങരുത്. മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായ സമർപ്പണമായിരിക്കണം അത്. സത്യത്തെക്കുറിച്ചുള്ള അറിവോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടിയുള്ള ആരാധനയാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഒരു കൂടാരം ചമച്ചു. അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്നു പേർ. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധമെന്ന കൂടാരമുണ്ടായിരുന്നു. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിന് ഒരു ക്രമമുണ്ടായിരുന്നു. ആരാധന ദൈവാലയത്തിൽ നടക്കുമ്പോൾ കർശനമായ നിയമങ്ങളും യാഗങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. പുരോഹിതന്മാരിലൂടെ മാത്രമേ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ പരമയാഗത്തിലൂടെ നമുക്ക് നേരിട്ട് കൃപയാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് ചെല്ലുവാനുള്ള വഴി തുറന്നിരിക്കുകയാണ്. ഇപ്പോൾ ആരാധനയ്ക്ക് ഒരു പ്രത്യേക സ്ഥലമോ സാഹചര്യമോ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് അത് വ്യക്തിപരമായ ഒരു റിലേഷനാണ്. ബൈബിളിൽ യഥാർത്ഥമായി ആരാധിച്ച അനേക വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ ജീവിതങ്ങൾ നമുക്ക് വലിയ പാഠങ്ങളാണ്. ദൈവവിളി കേട്ട് സ്വന്തം ദേശവും പിതൃഭവനവും ചാർച്ചക്കാരെയും വിട്ടിറങ്ങിയ അബ്രഹാം തൻ്റെ ജീവിതത്തിൽ ഓരോ പ്രധാന ഘട്ടങ്ങളിലും യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുകയും ദൈവനാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്തതായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയും. ഇത് ദൈവത്തോടുള്ള തൻ്റെ പൂർണ്ണ സമർപ്പണത്തെയാണ് കാണിക്കുന്നത്.
സീനായ് പർവ്വതത്തിൽ വെച്ച് ദൈവവുമായി മുഖാമുഖമായി സംസാരിച്ച ദൈവത്തിൻ്റെ മഹത്വം മോശ കണ്ടു. ദൈവ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ അവൻ ദൈവത്തെ വീണ് നമസ്കരിച്ചുവെന്ന് കാണുവാൻ കഴിയും. ദൈവത്തെ ഹൃദയപൂർവ്വമായി ആരാധിച്ച ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. സംഗീതത്തിൽ കൂടിയും നൃത്തത്തിലൂടെയൊക്കെയും ദൈവത്തെ മഹത്വപ്പെടുത്തി. തൻ്റെ ആരാധന പുറമെയുള്ള പ്രകടനങ്ങളായിരുന്നില്ല, മറിച്ച് ദൈവത്തോടുള്ള ആഴമായ സ്നേഹത്തിൽ നിന്നും ഭക്തിയിൽ നിന്നുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ തൻ്റെ ആരാധനയുടെ ആഴം തൻ്റെ വാക്കുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവസിംഹാസനത്തെ ദർശിക്കുകയും ദൈവമഹത്വത്തിൻ്റെ മുൻപിൽ ഭയന്ന് വിറക്കുകയും ചെയ്ത ഒരു പ്രവാചകനായിരുന്നു യെശയ്യാവ്. തൻ്റെ പാപങ്ങളെക്കുറിച്ച് ഏറ്റുപറയുകയും താൻ ദൈവത്തെ ആരാധിച്ചതായി കാണുവാൻ കഴിയും. ഫിലിപ്പിയിലെ കാരാഗൃഹത്തിൽ വെച്ച് പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പാടിയ സ്തോത്രഗാനങ്ങൾ ആരാധനയുടെ ശക്തിക്ക് ഉത്തമ ഉദാഹരണങ്ങളാണ്. അവർ തടവിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി ആരാധിച്ചതായി എനിക്ക് തോന്നുന്നില്ല. ദൈവത്തെ മാത്രം നോക്കി മഹത്വപ്പെടുത്തിയപ്പോൾ അവിടെ യഥാർത്ഥ ആരാധന നടന്നു. അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു, അവർ വിടുതൽ പ്രാപിച്ചു. യഥാർത്ഥ ആരാധനയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സാധാരണമാണ്. അവ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ കൊണ്ടുവരും. എന്നാൽ ഈ അത്ഭുതങ്ങൾ ആരാധനയുടെ ലക്ഷ്യമാകരുത്, അത് ആരാധനയുടെ ഫലങ്ങളാണ്. യഥാർത്ഥ ആരാധന എന്നത് ദൈവത്തിന് മുൻപിൽ നമ്മെ പൂർണ്ണമായി അവതരിപ്പിക്കുകയാണ്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും നേടുവാനുള്ള ഒരു ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയുള്ള ഇടമല്ല ആരാധന. യഥാർത്ഥ ആരാധന നമ്മുടെ സ്വഭാവത്തിനും ജീവിത ശൈലിക്കും നിശ്ചയമായും മാറ്റം വരുത്തും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ സമാധാനം നിറയ്ക്കും. പൗലോസും ശീലാസും അനുഭവിച്ചതുപോലെ ദൈവികമായ ശക്തമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കും. ദൈവമക്കളെ, ദൈവം നമ്മെ അതിരുകളില്ലാതെ സ്നേഹിക്കുന്നു. അവൻ്റെ വഴിയിൽ നാം നടക്കുമ്പോൾ നിത്യതയുടെ ദർശനം നമ്മിൽ വർദ്ധിക്കുവാനിടയായിത്തീരും. യഥാർത്ഥ ആരാധനയിൽ നമുക്ക് മടങ്ങാം. ദൈവം ആരായിരിക്കുന്നുവോ അങ്ങനെ തന്നെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം, നമ്മുടെ ആവശ്യങ്ങൾക്കൊത്തവണ്ണമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. യഥാർത്ഥ ആരാധനയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ദൈവം വിശുദ്ധനാണ്. യഥാർത്ഥ സത്യ ആരാധനയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും തയ്യാറാകാം. ഈ ഒരു സന്ദേശത്തിൽ കൂടി ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.